ഇന്നിപ്പോൾ അബ്ബാജിക്ക് കപ്പ ഇറച്ചിയും കഴിക്കാനൊരു പൂതി. പറഞ്ഞിട്ടാണെങ്കിൽ ഉമ്മച്ചിക്ക് തീരെ മൈൻഡുമില്ല. എന്നാൽ പിന്നെ ആ ദൗത്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കപ്പയും ഇറച്ചിയൊക്കെ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളല്ല, ഞാൻ. അപ്പോൾ അങ്ങനെ അബ്ബാജി തന്നെ കപ്പയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇനി നമുക്കതങ്ങ് വേവിക്കാൻ വെച്ചാൽ മതിയല്ലോ. പിന്നെ കപ്പ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ ബീഫിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ആരും അടുത്ത് നിൽക്കുന്നത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഉമ്മച്ചീനെയൊക്കെ പരിസരത്ത് നിന്ന് തന്നെ ഓടിച്ചിട്ടുണ്ട്. എന്തോ നോക്കി നിൽക്കുമ്പം ഒരു ടെൻഷൻ പോലെയാണ്. അങ്ങനെ ഞാനും ഈ വീഡിയോ എടുത്ത് തന്നെ നെല്ലൂസും ഇപ്പോൾ കിച്ചണിലുള്ളൂ. അപ്പോൾ നെല്ലൂസ് ചോദിക്കുന്നുണ്ട്, ഉമ്മി മസാലയൊക്കെ എടുത്ത് അങ്ങ് കമത്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കപ്പയും ബീഫും ചേർന്ന് വരുമ്പം അത്യാവശ്യം മസാല വേണമല്ലോ. എന്തായാലും നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് അവിടെ വിസിലടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കപ്പയിലും വെക്കുമ്പോൾ കപ്പ നല്ല മെൽറ്റായിട്ട് നല്ലോണം കുഴഞ്ഞിരിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് സെറ്റായിട്ടില്ല. സംഭവം എനിക്ക് ഈ മിക്സിങ് ടൈമിലാണ് മനസ്സിലായത്. ആവറേജ് വേവായി എന്ന് തോന്നിയപ്പോൾ ഞാനതങ്ങ് ഓഫ് ചെയ്തതാണ്. എന്തായാലും സംഭവം കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയായപ്പോൾ തന്നെ അൽഹംദുലില്ലാ ഞാൻ ഹാപ്പി ആയിട്ടോ. ഇത് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയെന്നൊരു സംശയം. അങ്ങനെ നമ്മളൊരു വാഴയിലേക്ക് വെട്ടി അപ്പോൾ തന്നെ സെർവ് ചെയ്തു. ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടെന്നല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും അടിപൊളിയായിരുന്നു. സോ ഞാൻ ഹാപ്പി.